ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സൂചി ഗോതമ്പ് റവ കൊണ്ടുള്ള ഒരു ഉപ്പുമാവാണ്. ഈ ഒരു സൂചി ഗോതമ്പ് റവയും നുറുക്ക് ഗോതമ്പും തമ്മിൽ വ്യത്യാസമുണ്ട്. സൂചി ഗോതമ്പ് റവ നുറുക്ക് ഗോതമ്പിനേക്കാൾ വളരെ ചെറിയ തരികളാണ്. അതേസമയം നമ്മുടെ സാധാരണ റവയേക്കാളും കുറച്ച് കട്ടിയുണ്ടാകും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഉപ്പുമാവ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മൾ ഇന്ന് ഈ ഒരു കുക്കറിലാണ് ഉപ്പുമാവ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ കുക്കർ ചൂടാകുമ്പോൾ അതിലേക്ക് ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുക് ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഉഴുന്നുപരിപ്പ് ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ ചേർത്ത് കൊടുക്കണമെന്നില്ല. ഇനി ഈ ഉഴുന്നുപരിപ്പ് ഒരു ബ്രൗൺ കളർ ആകുന്നവരെ ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഉഴുന്നുപരിപ്പിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു ചെറിയ സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സവാളയും ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ സവാള നമ്മൾ ചെറുതായിട്ട് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ ക്യാരറ്റ് ഇതുപോലെ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ക്യാരറ്റിൻ്റെ കൂടെ ബീൻസ് കൂടി ചേർക്കാവുന്നതാണ്. ഞാൻ ഇന്ന് ക്യാരറ്റ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് ഈ ഒരു ക്യാരറ്റ് ഒരു മിനിറ്റ് ഇതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 250 ml കപ്പിൽ 1 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് സൂചി ഗോതമ്പ് റവ. അപ്പോൾ ഇതാ നിങ്ങൾക്കിപ്പോൾ കാണാം, നുറുക്ക് ഗോതമ്പ് പോലെയല്ല, വളരെ ചെറിയ തരികളാണ് ഇതിനുള്ളത്. ഇനി ഈ റവ ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഏകദേശം ഒരു 3 മിനിറ്റ് ഇതൊന്ന് വറുത്തെടുക്കാം. തീ നമ്മളൊരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ റവ നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് റവക്ക് 2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലടിക്കുന്നത് വരെ കുക്ക് ചെയ്യണം. അപ്പോൾ ഇത് ഒരു വിസിലൊക്കെ അടിച്ച് പ്രഷർ മുഴുവനായിട്ട് പോയതിന് ശേഷം തുറന്നു നോക്കുന്നുണ്ട്. നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ വറ്റി കറക്റ്റായിട്ട് ഉപ്പുമാവ് വെന്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഉപ്പുമാവ് ഏകദേശം ഒരു മീഡിയം രീതിയിൽ കുഴഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. നമ്മളപ്പോൾ ഉപ്പുമാവ് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. എനിക്ക് സാധാരണ റവ ഉപ്പുമാവിനേക്കാളും ഈ ഒരു സൂചി ഗോതമ്പ് റവ ഉപ്പുമാവാണ് കൂടുതൽ ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. ഇത് നമുക്ക് വെറുതെ കഴിക്കാനായാലും നല്ല ടേസ്റ്റാണ്, അതുപോലെ പഴം കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഈ ഒരു റവ ഒരുവിധം എല്ലാ കടകളിലും വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ നിങ്ങളും ഇത് വാങ്ങിച്ച് ഇതുപോലെ ഉപ്മാവ് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.